Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോയോ ആൻഡ് ടവേര പവർ സ്റ്റിയറിംഗിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ രണ്ട് പവർ സ്റ്റിയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സാമ്യം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൽ വെച്ചിട്ട് എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നോക്കുന്നത്. ആൾറെഡി ഞാൻ കോയോയുടെ പവർ സ്റ്റിയറിംഗ് ആണ് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന്റെ എന്തൊക്കെയാണ് ബിഹേവിയർ എന്നുള്ളത് ഏകദേശം എനിക്കറിയാം. ഇനി അത് മാറ്റി നമ്മൾ ടവേരയുടെ വെക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നതെന്നാണ് നോക്കുന്നത്. അതിൽ കുറച്ച് ഫൂട്ടേജസ് ഒക്കെ മിസ്സിങ് ഉണ്ട്. എൻ്റെ ഫോണ് കുറച്ച് കാലമായിട്ട് ഡാമേജ് ആയിരുന്നു. അതുപോലെ തന്നെ വീഡിയോ കുറേ ആയിട്ട് ചെയ്യാതെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ഫ്ലോ വരുന്നില്ല. നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ രണ്ട് പവർ സ്റ്റിയറിംഗ് ബോക്സ് എന്താ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആൾറെഡി നമ്മളുടെ ജിപ്സിയിൽ ഇരുന്ന പവർ സ്റ്റിയറിംഗ് ബോക്സാണ്, കോയോ ജപ്പാൻ. ഇത് സുസുക്കി സാമുറായി അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാര അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു പവർ സ്റ്റിയറിംഗ് ബോക്സാണ്. ഇതിൻ്റെ ഏതൊക്കെ വാഹനങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇത് ടവേരയുടെ പവർ സ്റ്റിയറിംഗ് ബോക്സാണ്, നമ്മുടെ ഇന്ത്യൻ പവർ സ്റ്റിയറിംഗ് ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ആദ്യം ഒരു പവർ സ്റ്റിയറിംഗ് വാങ്ങാൻ പോകുന്ന സമയത്ത് ഭൂരിഭാഗം പേരും ചോദിക്കുന്ന ചോദ്യമാണ് 3 ഹോളാണോ 4 ഹോളാണോ എന്നുള്ളത്. അപ്പോൾ 3 ഹോൾ എന്താ 4 ഹോൾ എന്താണെന്നുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് 4 ഹോൾ വരുന്നത്. നമ്മളുടെ ചേസിലേക്ക് ബോൾട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ വരുന്ന ഹോൾസിനെയാണ് എത്ര ഹോളുണ്ടോ അതിനനുസരിച്ചാണ് 3 ഹോളാണോ 4 ഹോളാണെന്ന് പറയുന്നത്. കോയോ വരുന്നത് 3 ഹോളാണ് വരുന്നത്. അതുപോലെ ടവേര 4 ഹോളാണ്. കോയോയിൽ 4 ഹോൾ വരുന്നുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ 1-2 മോഡലിലാണ് വരുന്നത്. കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും ഇതാണ് നമ്മളുടെ പുറമേന്ന് കാണുന്ന പവർ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗം വരുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചു വയ്ക്കാം. ഇത് കാണുന്ന പോലെയല്ല, നല്ല മാരക കനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പവർ സ്റ്റിയറിങ്ങിൻ്റെ പുറകു ഭാഗം വരുന്നത്. നമ്മളുടെ ചേസിലേക്ക് അറ്റാച്ച് ആവുന്ന ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പോർഷനിലായിട്ടാണ് ഇത് കറക്റ്റായിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കുക. ഇതാ ഇവിടെ ഇതിൻ്റെ ആമിനൊരു വ്യത്യാസമുണ്ട്. അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ കോയോയുടെ ഫ്രണ്ട് ഭാഗം ദാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് സ്റ്റിയറിംഗിൽ നിന്നുള്ള ഔട്ട് വരുന്നത് ഇതിലേക്കാണ്. അതുപോലെ ടവേരയുടെ വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെയാണ് മുകൾ ഭാഗം വരുന്നത്. ഞാനൊന്ന് ഫ്ലാഷ് ഓണാക്കി കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതാ ഇതിൽ ഇന്നും ഔട്ടും ഇതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് ഇതിൽ ഒരു ആരോ ചിഹ്നം പുറത്തേക്കുണ്ട്, ഇത് ഔട്ടാണ്. അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ആരോ ചിഹ്നം കാണിക്കുന്നുണ്ട്, അത് ഇന്നാണ്. അതായത് ഇത് നമ്മളുടെ പമ്പിൽ നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം ഇതും, അതിന് ഔട്ട് പോകുന്ന ഭാഗം ഇതുമാണ്. അതുപോലെ തന്നെ ടവേരയുടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഇന്നാണ്, അതുപോലെ ഇത് ഔട്ടുമാണ്. അപ്പോൾ ഈ രണ്ട് സംഭവം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചേസിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഈ ടവേരയുടെ പവർ സ്റ്റിയറിംഗ് ബോക്സ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒന്ന് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒന്ന് നന്നായിട്ട് ഒതുങ്ങിയിരിക്കും കോയോയുടെ പവർ സ്റ്റിയറിംഗ് കിറ്റ്. അപ്പോൾ ഇതാണ് അതിൽ വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ പൊസിഷനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എങ്കിലും വർക്കിംഗ് ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഒരേ രീതിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ലുക്ക് എന്ന് പറയാനുള്ളത്. രണ്ട് പവർ സ്റ്റിയറിംഗ് ബോക്സിൻ്റെയും എല്ലാ വശവും നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. എന്തായാലും ഇത് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പവർ സ്റ്റിയറിംഗ് കിറ്റാക്കി അവർ അയച്ചു തന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് കോയോയുടെ ആൾറെഡി എൻ്റെ ജിപ്സിയിൽ ഇരുന്നതാണ്. ഇതിനെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും നമുക്ക് ടവേരയുടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടവേരയുടെ അവർ അയക്കുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് അവർ അഡീഷണൽ സ്ലീവ് ഇറക്കിയിട്ടുണ്ട്. ജിപ്സിയുടെ ടയറോട് കറക്റ്റായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഇത്. അവരയക്കുന്ന സമയത്ത് നമുക്കിത് റെഡി ടു ബോൾട്ടാണ്. അതിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് വീക്കാണ്, അതൊന്ന് വെൽഡ് അടിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ബോൾട്ട് ഓൺ കിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ ടവേരയുടെ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു 50% ടവേരയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് നല്ല കോലത്തിൽ കിട്ടുള്ളൂ. ബാക്കി 50% ഇത് നല്ല ഓയിൽ ലീക്ക് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓയിൽസിൻ്റെ ഒരു കിറ്റിന് വാങ്ങാൻ കിട്ടും. നിങ്ങളത് മാറ്റിയതിന് ശേഷം നിങ്ങൾ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുക.
അപ്പോൾ ഓയിൽ ലീക്കൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. കോയോ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഈ ഒരു ബോക്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ഓയിൽ സീൽ എത്ര ഇട്ടാലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഞാൻ 1-2 വാഹനങ്ങൾക്കൊക്കെ മാറ്റി കൊടുത്തതാണ്. പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ലാത്ത അവസ്ഥയാണ് വന്നിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. എന്തായാലും നിലവിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കോയോ പവർ സ്റ്റിയറിംഗ് ബോക്സിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എൻ്റെ വാഹനത്തിലേക്ക് കയറ്റാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് വ്യത്യാസം എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ആൾറെഡി ഇത് വർക്ക് ചെയ്യുന്ന പമ്പിൽ തന്നെയാണ് ഞാൻ ഇതും കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും ഡിഫറൻസ് വരില്ല. പവർ സ്റ്റിയറിംഗ് ബോക്സ് മാത്രം മാറിയാൽ തന്നെ എന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ ഈ കോയോനെ അപേക്ഷിച്ച് ടവേരയ്ക്ക് കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആമ് തന്നെയാണ്. ഈ ഒരു ആമ് നമുക്ക് കുറച്ചും കൂടി ഡൗൺവേർഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ടയറോട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് ഒഴിവായിട്ട് രണ്ടും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതാണ് ഇതിലെ മെച്ചം വരുന്നത്. ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതൊന്ന് എടുത്ത് ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ടവേരയുടെ പവർ സ്റ്റിയറിംഗ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, ഈ ഒരു ആമ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു റോഡുകൾ രണ്ടും ഏകദേശം സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വണ്ടി ഒരു സൈഡിലേക്ക് ഫുള്ളായിട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടവേരയുടെ വരുന്നത്. കണ്ടോ, അത്യാവശ്യം ഹൈറ്റ് നമ്മളെ ഷാക്കിലിട്ടവർക്ക് ഈ ടവേരയുടെ ബോക്സാണ് ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇത് ഇന്ന് ഔട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഉൾഭാഗത്തായിട്ട് ഈ പോർഷനിലാണ് നമ്മളുടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം കോയോയുടെയും ടവേരയുടെയും ഈ റോഡിൻ്റെതിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതിനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. കോയോയും ടവേരയും ഏകദേശം ഒരേപോലെ തന്നെയാണ് വർക്കിംഗ് എല്ലാം വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഞാനിതിൻ്റെ ഓയിൽ റിസർവോയർ അവിടെ കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് ഈ പോർഷനിലാണ്. എൻ്റെ ഡീസൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫിറ്റിങ്സിലെല്ലാം വന്നിട്ടുള്ളത്. ടവേരയുടെ പവർ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഇൻസ്റ്റാളേഷനിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള ഇൻസ്റ്റാളിംഗ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. ഒരു മെക്കാനിക്കിൻ്റെ കയ്യിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000-2000 അവർ മേടിക്കും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്വന്തമായിട്ട് തന്നെ നോക്കുക. ഇല്ല, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു മെക്കാനിക്കിനെ സമീപിക്കാം. എന്തായാലും കോയോ വാസ് ടവേര പവർ സ്റ്റിയറിംഗിന്റെ അവസാന പാർട്ടിൽ നിങ്ങൾക്കത് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും 1 മന്ത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഈ 2 പവർ സ്റ്റിയറിംഗുകളും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടും ഒരേപോലെ തന്നെയാണ് വർക്കിംഗ്, രണ്ടും ഒരേപോലെ തന്നെയാണ് ടേണിങ്. റണ്ണിങ്ങിലാണെങ്കിലും നിർത്തിത്തിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് രണ്ടും ഒരേ പെർഫോമൻസും അതുപോലെ തന്നെ ഒരേ കംഫർട്ടുമാണ് തരുന്നത്. പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഡിഫറൻസും ഇല്ല. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ രണ്ടും ധൈര്യമായിട്ട് വാങ്ങാം. എന്തായാലും കോയോനെ അപേക്ഷിച്ച് ടവേരയിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിലെ തുടക്കത്തിലെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഓയിൽ ലീക്കിംഗ് ആണ്. ടവേരയുടെ ഓയിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഓയിൽ സീൽ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. കാരണം ഇത് ഭൂരിഭാഗം ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള വാഹനം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈസി ആയിട്ട് കിട്ടുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടവേരയാണ് ഒന്നുകൂടി ബെറ്റർ വരുന്നത്. അതുപോലെ തന്നെ കോയോനെ അപേക്ഷിച്ച് ടവേരയിലുള്ള അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റിയറിംഗിന്റെ ആമാണ് വരുന്നത്. ആ ആമ് കുറച്ചും കൂടി താഴേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കോയോയുടെ അപേക്ഷിച്ച് ടവേരയിൽ വണ്ടി ഫുൾ ടേൺ ചെയ്യുന്ന സമയത്ത് വാഹനം ഒരു സൈഡിലേക്ക് പൊങ്ങുന്ന ഒരു സ്വഭാവമില്ല.
എൻ്റെ കോയയുടെ പവർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ടേൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സി ഒരു സൈഡിലേക്ക് ഇങ്ങനെ ബോണറ്റ് പൊന്തുന്നത് ശരിക്കും കാണാൻ സാധിക്കും. ആ ഒരു പ്രശ്നം ടവേരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു കുഴിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴും കയറുന്ന സമയത്തൊക്കെ കറക്റ്റ് സ്റ്റിയറിംഗ് തന്നെ കിട്ടുന്നുണ്ട്. കോയൻ കിട്ടുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി കോയനെക്കാളും കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ടവേരയാണ് കിട്ടുന്നത്. അപ്പം ഇതാണ് പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുന്നത്. ബാക്കി ഓൺ റോഡ് യൂസിനാണെങ്കിൽ രണ്ട് തമ്മിൽ ഒരു വ്യത്യാസമില്ല, സെയിം ആണ്. അതുപോലെ ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണെങ്കിലും ബാക്കി ഇതിന്റെ ഓയിൽ പമ്പ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ് വരുന്നത്. അതിനൊന്നും ഒരു തരത്തിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡ്രോബാക്കുകളോ വരുന്നില്ല. എന്തായാലും ഏകദേശം ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് രണ്ട് പവർ സ്റ്റിയറിംഗ് ബോക്സിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുക്കാം. ഇപ്പോൾ രണ്ട് പവർ സ്റ്റിയറിംഗ് ബോക്സ് എങ്ങനെയാണെന്നുള്ളതും അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതും അതിനെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.